ഇല്ലെന്നാ സൂസൻ പറഞ്ഞത്. ഇനി ഇതും പറഞ്ഞു ഉപദ്രവിക്കില്ലെന്ന് ആര് കണ്ടു? മൂത്ത മരുമകളെന്ന് മദറല്ലോ ഇടയ്ക്കിടയ്ക്ക് പറയുമെങ്കിലേ ഇപ്പോഴാ ശരിക്കും മൂത്തത്. നല്ല മൂത്ത വട്ട്. മതി, നിർത്ത്. എന്തിനാ രേഖ നീ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നത്? ആവശ്യമില്ലാത്തതോ? അവൾക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ട്. ഒറ്റയ്ക്ക് വല്ലതും കൈ കിട്ടിയാലേ അവളെന്നെ ഓർക്കാൻ പോലും വയ്യ എനിക്ക്. അല്ല അതല്ലോ ഈ വട്ടുള്ളവർക്കേ. നിർത്താൻ ഒരു തവണ ഞാൻ പറഞ്ഞു. ആദ്യം അവരിങ്ങ് വരട്ടെ. അതിനു മുൻപുള്ള എഴുതാപ്പുറം വായന വേണ്ട. രവി, എന്താ എന്താ ഇവിടെ നടക്കുന്നത്? ഞാൻ കേൾക്കുന്നതൊക്കെ ഉള്ളതാണോ? ശ്രീലക്ഷ്മിക്ക് ഈയിടെയായിട്ടുള്ള ചില മാറ്റങ്ങൾ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. അതുകൊണ്ട് ഒരു ഡോക്ടറെ കൊണ്ടൊരു കൺസൾട്ടിങ് അത്രേ ഉള്ളൂ. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു ബ്രദറല്ലോ? ശ്രീലക്ഷ്മിയുടെ ഈ ഭ്രാന്ത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണോ അതോ ചങ്ങലക്കിടണോ? ബ്രദറിലോ എന്നോട് ക്ഷമിക്കണം. ഇനി ഞാനത് മറച്ചു വെച്ചാൽ ശരിയാവില്ല. ശ്രീലക്ഷ്മി ബ്രദറിലോയുടെ സീക്രട്ട് റൂമിൽ കയറുന്ന വീഡിയോ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണിച്ചില്ലേ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ രേഖ? ഇതൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നത്? കഴിഞ്ഞിട്ടില്ല രഘു. ഞാൻ എടുത്ത വീഡിയോ അല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ബിഹൈൻഡ് ദ സീൻ നിങ്ങൾക്കറിയില്ലല്ലോ. ശ്രീലക്ഷ്മി മുറി കയറി പോയതിനു ശേഷം തിരികെ വരാൻ ഞാനവിടെ കാത്തുനിന്നു. ഇറങ്ങി വരുമ്പോ ഒന്ന് വോൺ ചെയ്യണോന്നേ ഞാൻ കരുതിയുള്ളൂ. പക്ഷെ നടന്നതെന്താന്നറിയോ? ആ പേടി അപ്പോഴേലും വിട്ടില്ലായിരുന്നെങ്കിലേ രഘുവിന് ഈ വീട്ടിലൊരു സീക്രട്ട് റൂം ഉണ്ടായേനെ. അങ്ങനെയാ എന്റെ ഫോൺ റിപ്പയർ ആയത്. അല്ലെങ്കിൽ ശ്രീലക്ഷ്മി പറയട്ടെ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ലാന്ന്. നാണക്കേട് കൊണ്ട് ഞാൻ ഇതുവരെ ആരോടൊന്നും പറയാത്തത്. രേഖ, ഇനി അതിനെപ്പറ്റി ഒന്നും പറയണ്ട. ശ്രീലക്ഷ്മി കാരണം നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൾക്ക് പകരം ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്താ മദറല്ലോ ഇത്? മദറല്ലോ മാപ്പൊന്നും പറയണ്ട. മാപ്പ് ചോദിക്കേണ്ടത് ഞാൻ ശ്രീലക്ഷ്മിയോടാ. ശ്രീലക്ഷ്മി, നീ എപ്പോഴും ഈ വീട്ടുജോലികൾ ചെയ്ത് നടക്കുന്നത് കണ്ടപ്പോ നന്ദനത്തിലെ ബാലാമണി എന്നൊക്കെ ഞാൻ പറഞ്ഞ് നിന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. സത്യമായിട്ടും ഞാൻ അറിഞ്ഞില്ല ഈ നന്ദനത്തിലെ ബാലാമണിയല്ല കിലുക്കത്തിലെ രേവതിയായിരുന്നു. എന്നോട് മനസ്സിലൊന്നും വെക്കരുത് കേട്ടോ. എല്ലാത്തിനും മാപ്പ്. അനിത്യക്കുട്ടി, ഈ ജീവിതത്തിൽ വില കൊടുത്തു വാങ്ങാൻ പറ്റാത്തതും മറ്റൊന്നിനും പകരം വെക്കാൻ കഴിയാത്തതുമായ ഒന്നേ ഉള്ളൂ, കുടുംബം. കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബം. അങ്ങനെയുള്ള കുടുംബത്തിൽ എന്തെങ്കിലും ഇമ്പമില്ലായ്മ ഉണ്ടായാൽ അതിനെ തിരുത്തി കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ ഇപ്പോ നിങ്ങളൊക്കെ പേടിക്കുന്ന പോലെ ഒരു അസുഖക്കാരിയല്ല ശ്രീലക്ഷ്മി. അപ്പൊ ഞാൻ നേരിട്ട് കണ്ടതൊക്കെയോ ബ്രദറല്ലോ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. രാജനന്ദിനി എന്നത് ശ്രീലക്ഷ്മിക്ക് പരിചയമില്ലാത്തൊരു വ്യക്തിയാണ്. രാജനന്ദിനിയോടുള്ള അമിതമായ സ്നേഹം, അതിൽ നിന്നുണ്ടായ ആഗ്രഹം അവളെപ്പോലെ ആകാൻ. അതായത് രാജനന്ദിനി എങ്ങനെയിരിക്കുന്നു, എന്തൊക്കെയാണ് രാജനന്ദിനിയുടെ സ്വഭാവങ്ങൾ, അതൊക്കെ അതുപോലെ കോപ്പി ചെയ്യാൻ ശ്രീലക്ഷ്മി ശ്രമിക്കുന്നു. ചില സമയങ്ങളിൽ ആ ആഗ്രഹം അമിതമാകുമ്പോഴാണ് ശ്രീലക്ഷ്മി ഓരോന്നൊക്കെ കാണിക്കുന്നത്. ആ സമയത്ത് താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളെയോ ബന്ധങ്ങളെയോ ശ്രീലക്ഷ്മി ഓർക്കുന്നുണ്ടാവില്ല. ഇതല്ലേ ചുരുക്കി ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞത്, ഇവക്ക് വട്ടാണെന്ന്. സ്നേഹവും നല്ല കെയറിങ്ങും കൊടുത്ത ശ്രീലക്ഷ്മി ഓക്കെ ആവും.
മോളെ ശ്രീലക്ഷ്മി, മോളുടെ മനസ്സിലെ വിഷമങ്ങളും ആശങ്കകളും അമ്മയ്ക്ക് മോളുടെ ഈ മുഖത്തു നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അമ്മയ്ക്ക് മോളോട് പറയാൻ ഒന്നേ ഉള്ളൂ. രവി ഒരു തീരുമാനമെടുത്താൽ അത് മോളുടെ നല്ലതിനായിരിക്കും. അത് അമ്മയ്ക്ക് ഉറപ്പാണ്. ആ ഉറപ്പ് മോൾക്കും വിശ്വസിക്കാം. മോൾക്കൊരസുഖവും ഇല്ല. രവി പറഞ്ഞ പോലെ ഓരോന്ന് ആലോചിക്കുന്നതിൻ്റെതാവും. ഇതിന്റെ പേരിൽ മോൾക്ക് ഇവിടെ ആരും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. ഇനി കുറച്ചു ദിവസം മോൾ ഓഫീസിലൊന്നും പോവണ്ട, ഇവിടെ ഇരിക്കാൻ. അപ്പോ എല്ലാം താനേ ശരിയായിക്കൊള്ളും. എവിടെ ഇരിക്കാൻ? അതിലല്ലോ എന്താ ഈ പറഞ്ഞു വരുന്നേ? ബ്രദറിലോയ്ക്കും മദറിലോയ്ക്കും എല്ലാവർക്കും ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. ശ്രീലക്ഷ്മിക്ക് ഇപ്പൊ ആവശ്യം കൃത്യമായൊരു ട്രീറ്റ്മെന്റാ. അത് കഴിയുന്നത് വരെ ഇനിയും ശ്രീലക്ഷ്മി പഴയ പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചെന്ന് വരും. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് കഴിയുന്നത് വരെ ഈ വീട്ടിൽ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടിനേക്കാൾ പേടിയാ ഉള്ളത്. ഞാനും എന്റെ ഭർത്താവും എന്തുറപ്പിൽ അവിടെ താമസിക്കേണ്ടത്? നേരത്തെ ഞാൻ പറഞ്ഞ അനുഭവം ഇനിയും ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. രേഖ, ഇപ്പൊ ശരിക്കും നിനക്കാ ട്രീറ്റ്മെന്റ് വേണ്ടത്. ഇവിടെ ഏട്ടത്തിയമ്മയല്ല, നീയെ ഓരോന്ന് കാണിക്കുന്നു പ്രവർത്തിക്കുന്നു. ഇനിയും അത്തരം സാഹചര്യം ഉണ്ടാവില്ലെന്ന് രഘുവിന് ഉറപ്പ് പറയാൻ പറ്റുമോ? ബ്രദറിലോയ്ക്ക് പറ്റുമോ? ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന മദറിലോയ്ക്ക് പറ്റുമോ? എന്തിന് ശ്രീലക്ഷ്മിക്ക് പറ്റുമോ? ആർക്കും ഒരുറപ്പുമില്ല. അങ്ങനെ ഉറപ്പ് തന്നാൽ തന്നെ എനിക്കൊട്ട് വിശ്വാസവും ഇല്ല. ബ്രദറിൻലോ പറഞ്ഞത് ശരിയാണെങ്കിൽ തന്നെ രാജനന്ദിനിയായി അഭിനയിച്ച് നടക്കുന്ന സമയത്ത് നിങ്ങൾക്കാർക്കുവേ ദേഹോപദ്രവമൊന്നും ഏൽക്കില്ല. കാരണം അമ്മയും അനിയനും ഭർത്താവും ഒക്കെ ആണല്ലോ. ഞാൻ പുറത്തുള്ളവളല്ലേ. അപ്പൊ ഏറ്റവും പേടിക്കേണ്ടത് ഞാൻ തന്നെയാ. രേഖ, നിനക്കിവിടെ കഴിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി നിൽക്ക. ശ്രീലക്ഷ്മി എങ്ങോട്ടും ആരും പറഞ്ഞുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മ, ഇതിനെ ചൊല്ലി ഈ വീട്ടിലൊരു വഴക്ക് വേണ്ട. ഇന്നൊരു രാത്രി കൂടി ഇവിടെ നിൽക്കാനുള്ള അനുവാദം രേഖമാട് എനിക്ക് തരണം. നാളെ നേരം വെളുക്കുമ്പോ ഞാനിവിടുന്ന് പൊയ്ക്കോളാം. അതുവരെ ആർക്കും ഞാൻ കാരണം ഒരു ഉപദ്രവം ഉണ്ടാവില്ല.